ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉപ്പുമാവ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊരു സീക്രട്ട് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണണം. എന്നാൽ മാത്രമേ ഈ ഉപ്പുമാവിൻ്റെ സീക്രട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവുള്ളൂ. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിൽ ചെയ്താലും ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, നല്ല സ്വാദും ഉണ്ടാവും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടോളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ആദ്യം തന്നെ അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതൊന്ന് ഹീറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു പാത്രത്തിൽ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളവും അളഞ്ഞെടുത്ത് മറ്റൊരു സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സ്റ്റവ് ഓൺ ആക്കരുത്. ചീനച്ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അത് നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആവണം. ഇതുപോലെ ആയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ പീനട്ട് ചേർത്ത് കൊടുക്കണം. അതായത് കപ്പലണ്ടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം 1 പച്ചമുളക് മാത്രം ഞാനിവിടെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഫ്രൈ ആയി വന്നതിന് ശേഷം 1 ഗ്ലാസ് സൂചി റവ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഇളക്കിക്കൊണ്ട് തന്നെ 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉപ്പിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇവിടെയാണ് ഉപ്പുമാവ് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ പകുതി ക്യാരറ്റ് മാത്രമേ ഞാനിവിടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത്രയും മതിയാകും. ഇനി 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. 1 ഗ്ലാസ് റവ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ 2 ഗ്ലാസ് വെള്ളം അളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളം അപ്പുറത്തെ സ്റ്റവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട്. ആദ്യമേ തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാൻ പാടില്ല. റവ വറുത്തെടുക്കുന്ന സമയത്ത് മാത്രമേ ചേർത്ത് കൊടുത്താൽ മതിയാകും. അതായത് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടല്ലോ, നല്ലതുപോലെ വെള്ളം വെട്ടിത്തിളങ്ങിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ പകുതി തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇത് ഒന്നും കട്ടിയായി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നിറച്ച് ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. കുട്ടികൾക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പച്ചമുളക് ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതുപോലെ ലെവലാക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഇത് മൂടി തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടത്. ഞാനിവിടെ കുട്ടികൾ വിശക്കുന്നുണ്ടെന്ന് പറയുന്നത് കൊണ്ട് തന്നെ 10 മിനിറ്റിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. അതായത് സർവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, നല്ല ടേസ്റ്റിയാണ്. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു പോകും, അത്രത്തോളം സ്വാദുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.